എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശ്രേയഋഷി യാത്ര ശിവമന്ത്രങ്ങൾ കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന സാഗരതീരത്ത് നിലകൊള്ളുന്ന ആഴിമല ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ പള്ളിച്ചിലിൽ നിന്നും വിഴിഞ്ഞം റോഡിലേക്ക് തിരിഞ്ഞ് ഉച്ചക്കട വഴി അല്പദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രസന്നിധിയിലെത്താം. വൈകുന്നേരമാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തെരഞ്ഞെടുത്തത്. ഡിസംബർ മാസമായതിനാൽ നല്ല കാലാവസ്ഥയാണ്. ക്ഷേത്രസന്നിധിയിൽ എത്തുന്നതിന് മുൻപ് പാർക്ക് ചെയ്യാനായി വാഹനങ്ങളുടെ നീണ്ട നിര. ഞങ്ങളും ആ ക്യൂവിൽ ഒരംഗമായി. പാർക്കിംഗ് കഴിഞ്ഞ് ഒരു ചെറിയ കയറ്റത്തിലൂടെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. വലത് ഭാഗത്ത് ഒരു വലിയ ആൽമരവും ഒരു ഉപദേവതാ പ്രതിഷ്ഠയുമുണ്ട്. ആൽമരത്തിന്റെ കൊമ്പുകളിൽ ധാരാളം ചെറിയ തൊട്ടിലുകൾ നേർച്ചയായി തൂക്കിയിട്ടിരിക്കുന്നു. ഈ കാഴ്ച വളരെ കൗതുകകരമാണ്. അവിടെ നിന്നും നടന്ന് ഞങ്ങൾ പ്രധാന ക്ഷേത്രത്തിന്റെ കവാടത്തിനരികിലെത്തി. തമിഴ് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ആഴിമല. ശ്രീകോവിലിന് ചുറ്റും വലിയൊരു ഗോപുരമതിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ ചുമരുകളിലെ ശില്പങ്ങൾ അതിമനോഹരമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഗോപുരവും ചുറ്റുമതിലും കണ്ട് കുറേ നേരം ഞങ്ങൾ പുറത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത്. ഉള്ളിലെ കാഴ്ചകളും കണ്ണുകൾക്ക് ഉത്സവാനുഭൂതി പകരുന്നതായിരുന്നു. പാലാഴി മഥനം ഉൾപ്പെടെയുള്ള കഥകൾ അവിടെ ശില്പരൂപത്തിലുണ്ട്. യോഗികൾ തപസ് ചെയ്തിരുന്ന ഇടം. പുളിങ്കുടി എന്ന പഴയ പേരിനേക്കാൾ ആഴിമല എന്ന പുതിയ പേരാണ് ഏവർക്കും പരിചിതം. ഈ ദേവഭൂമിയിൽ 2020 ഒരു ദൃശ്യവിസ്മയം അനാവൃതമായി. ദേവദത്തൻ എന്ന ശില്പിയും സംഘവും നീണ്ട 6 വർഷങ്ങൾ ചെലവഴിച്ച് പൂർത്തിയാക്കി ലോകത്തിന് സമർപ്പിച്ച ഒരു ശില്പം. 58 അടി ഉയരമുള്ള ഗംഗാധാരിയായ പരമേശ്വരൻ. ആഞ്ഞടിക്കുന്ന തിരമാലകളെയും കടുത്ത ഉപ്പുകാറ്റിനെയും പ്രതിരോധിച്ച് തലയുയർത്തി നിൽക്കുന്ന സമൃദ്ധിയുടെ രൂപം. ആ ശില്പത്തിന്റെ ഭഗവത് സ്വരൂപത്തിന്റെ വരവോടെ ഈ നാടിന്റെ തന്നെ മുഖഛായ മാറിപ്പോയി.
സമുദ്രനിരപ്പിൽ നിന്നും 20 അടി ഉയരത്തിലാണ് ആഴിമല ക്ഷേത്രം നിലകൊള്ളുന്നത്. അവിടുത്തെ ഭീമൻ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കോൺക്രീറ്റിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പത്തിന്റെ പരിപൂർണത ആരെയും അതിശയിപ്പിക്കും. ഗംഗയെ സ്വതന്ത്രമാക്കി ജടയഴിച്ച് പാറപ്പുറത്തിരിക്കുന്ന മഹാദേവൻ, ചതുർബാഹു. ഒരു കൈ അഴിഞ്ഞുലഞ്ഞ ജടയിലും മറുകൈ തുടയിലും. ഒരു കൈയിൽ ത്രിശൂലവും മറുകൈയിൽ ധമരുവും. കഴുത്തിൽ വാസുകിയും കപാല രുദ്രാക്ഷമാലകളും. ഭഗവാന്റെ ബൃഹത്തായ ഈ രൂപം കണ്ടു നിൽക്കുമ്പോൾ ഉള്ളിലറിയാതെ അനന്തമായ ഒരു ഊർജപ്രവാഹം അനുഭവപ്പെട്ടു. ഉദയവും അസ്തമയവും കണ്ട് മനസ്സ് ശാന്തമാക്കുവാനും ധ്യാനഭരിതമാക്കുവാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യോഗിവര്യന്മാർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ആഴിമല. ആഴിമലയുമായി ബന്ധപ്പെട്ട് അനേകം ഐതിഹ്യങ്ങളുണ്ട്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ എത്തുകയും ഈ ദേശത്തെ ജീവൽ സമാധി തിരിച്ചറിഞ്ഞ് വിഗ്രഹാരാധന നടത്തിയെന്നുമാണ് ഒരു കഥ. പൂജയ്ക്കായി ശുദ്ധജലം കിട്ടാത്തതിനാൽ ഭീമസേനൻ കടൽ തീരത്തെ ഒരു പാറയിൽ അമർത്തിച്ചവിട്ടുകയും പാറ കുഴിഞ്ഞ് ശുദ്ധമായ ഒരു നീരുറവ ഉത്ഭവിക്കുകയും ചെയ്തുവത്രേ. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആധ്യാത്മിക ചൈതന്യവും ജീവൽ സമാധിയും തിരിച്ചറിഞ്ഞ ഗുരുദേവൻ ദേശവാസികളോട് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങുവാൻ ആവശ്യപ്പെട്ടുവെന്ന് ചരിത്രം. ജാതിമത ഭേദമന്യേ ആർക്കും ഈ ആരാധനാലയം സന്ദർശിക്കാം. ആഴിമലയിലെ മനോഹരമായ അസ്തമനം കണ്ട് ക്ഷേത്രത്തിന്റെ രാത്രി കാഴ്ചകളിൽ ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രകാശമയമായ ഉദ്യമത്തിന് സാക്ഷാത്കാരമാകും. ഗംഗാധരേശ്വര ശില്പത്തിനടിയിൽ 27 പടവുകൾ ഇറങ്ങിച്ചെന്നാൽ അനുഭവിക്കാനാകുന്ന ഒരു വിസ്മയം. ഒരു മഹാധ്യാന മണ്ഡപം. 3500 ചതുരശ്ര അടി വരുന്ന ഈ ധ്യാന മണ്ഡപത്തിൽ ശില്പഭംഗിയുടെ സാധ്യത തെളിയിക്കുന്ന മഹാദേവ ശയനരൂപം, ഭഗവാന്റെ 9 നാട്യഭാവങ്ങൾ, അർദ്ധനാരീശ്വര സങ്കല്പം, ശിവചരിതം എന്നിവ അനാവൃതമാകും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഭക്തിക്കപ്പുറം അവനവനെ അറിയുക എന്ന നവബോധപാത തുറന്നിടുകയാണ് ഈ മഹാക്ഷേത്രം. രാത്രിയിലും ക്ഷേത്രം വളരെ സജീവമാണ്. വീണ്ടും ആഴിമലയുടെ ധ്യാനവിസ്മയങ്ങളിലേക്ക് തിരികെ എത്തണമെന്ന സങ്കല്പത്തോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. മറ്റൊരു ശ്രീഋഷി യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ശ്രീഋഷിയുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.